റഷ്യൻ മുന്നേറ്റങ്ങളെ തടയാൻ യുക്രൈൻ പോരാടുമ്പോൾ സ്വന്തം പ്രതിരോധ നിരകൾക്കുള്ളിൽ നിന്ന് തന്നെ ഒരു ഭീകരമായ ചോർച്ച ആരംഭിച്ചിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. യുക്രൈൻ സൈന്യം ഇപ്പോൾ നേരിടുന്നത് യുദ്ധഭൂമിയിലെ ശത്രുവിനെ മാത്രമല്ല, സ്വന്തം സൈനികരുടെ കൂട്ട ഒളിച്ചോട്ടമാണ്. എലൈറ്റ് യൂണിറ്റുകളെ കമാൻഡർമാർ വരെ ഈ ഒളിച്ചോട്ട പ്രതിസന്ധി പരസ്യമായി സമ്മതിച്ചതോടെ യുക്രൈൻ കടുത്ത സൈനിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന സംശയം ബലപ്പെടുകയാണ്. സൈനികരുടെ എണ്ണത്തിൽ ഭീമമായ കുറവുണ്ടാകുമ്പോൾ അധികൃതർ തെരുവുകളിൽ ബലപ്രയോഗത്തിലൂടെ റിക്രൂട്ട്മെന്റ് നടത്താൻ നിർബന്ധിതരാകുകയാണ്. ഡാവിഞ്ചി വോൾസ് എന്നറിയപ്പെടുന്ന 108ാമത് സെപ്പറേറ്റ് അസോൾട്ട് ബറ്റാലിയന്റെ കമാൻഡർ സെർജി ഫിലിമോനോവാണ് സൈന്യത്തിലെ ഒളിച്ചോട്ടത്തിന്റെ ആഴം പരസ്യമാക്കിയത്. പുതുതായി രൂപീകരിക്കുന്ന ഒരു ബ്രിഗേഡിന്റെ അവസ്ഥ അദ്ദേഹം എക്സിൽ വെളിപ്പെടുത്തി. കൂടാതെ ടെലിഗ്രാഫിന്റെ സംഭാവകനായ ഓവൻ മാത്യൂസ് നൽകുന്ന കണക്കുകൾ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ ഓരോ 4 ആഴ്ചകളിലും 20,000 യുക്രൈൻ സേവനാംഗങ്ങൾ സൈന്യം ഉപേക്ഷിക്കുകയോ വിട്ടുനിൽക്കുകയോ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. 2022 ഫെബ്രുവരിയിൽ സംഘർഷം രൂക്ഷമായതിനു ശേഷം ഉക്രൈൻ അധികാരികൾ സൈന്യം ഉപേക്ഷിച്ചതിന് 2,90,000 ക്രിമിനൽ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. യുക്രൈൻ MP അന്ന സ്കോറോഖോഡ് പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞത് രാജ്യത്തെ സൈന്യത്തിൽ നിന്ന് ഒളിച്ചോടിയവരുടെ എണ്ണം അപ്പോഴേക്കും ഏകദേശം 4 ലക്ഷം ആയി കഴിഞ്ഞിരുന്നു എന്നാണ്. റഷ്യൻ മുന്നേറ്റങ്ങളെ തടയാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ സൈനികരുടെ എണ്ണത്തിൽ നിന്ന് യുക്രൈന്റെ സൈന്യത്തിന് 2 ലക്ഷം സൈനികരുടെ കുറവുണ്ടാകാമെന്ന് മാത്യൂസ് അവകാശപ്പെടുന്നു. ഈ കടുത്ത കുറവ് കാരണം നിലവിലുള്ളതും മുൻ യുക്രൈൻ ഉദ്യോഗസ്ഥരും പരാതിപ്പെടുന്നത് ഫ്രണ്ട് ലൈൻ യൂണിറ്റുകൾ ആവശ്യമായ ശക്തിയുടെ പകുതിയോ അല്ലെങ്കിൽ 1/3 പോലുമോ സൈനികരുമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ്. ഇത് യുക്രൈന്റെ പ്രതിരോധ നിരയെ ദുർബലപ്പെടുത്തുകയും റഷ്യൻ സേനയ്ക്ക് മുന്നേറാൻ അവസരം നൽകുകയും ചെയ്യുന്നു. പൊതുവായ സമാഹരണത്തിന്റെ ഭാഗമായി 18നും 60നും ഇടയിൽ പ്രായമുള്ള ആരോഗ്യമുള്ള പുരുഷന്മാർക്ക് രാജ്യം വിടുന്നതിന് വിലക്കുണ്ടായിരുന്നു. എന്നാൽ ഓഗസ്റ്റിൽ 18നും 22നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർക്ക് അതിർത്തി കടക്കാൻ സർക്കാർ അനുമതി നൽകിയതിനെ തുടർന്ന് ഏകദേശം 1 ലക്ഷം യുവാക്കൾ യുക്രൈൻ വിട്ടുപോയതായി ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു. 2022 മുതൽ കുറഞ്ഞത് 6,50,000 പോരാളികളായ യുക്രൈൻ പുരുഷന്മാർ പലായനം ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ടെറിട്ടോറിയൽ സെന്റേഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് സോഷ്യൽ സപ്പോർട്ട് നടത്തുന്ന മൊബിലൈസേഷൻ രീതികൾ വ്യാപകമായ പൊതുജന വിമർശനത്തിന് വിധേയമാണ്. ഡ്രാഫ്റ്റ് ഓഫീസർമാർ തെരുവുകളിൽ പതിയിരുന്ന് സൈനിക പ്രായത്തിലുള്ള പുരുഷന്മാരെ ബലമായി വാനുകളിലേക്ക് തള്ളിയിടുന്നത് ചിത്രീകരിക്കുന്ന നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഈ രീതി ബെസിഫിക്കേഷൻ എന്നറിയപ്പെടുന്നു. ക്രൂരമായ ബലപ്രയോഗം നടത്തുകയും വിസമ്മതിക്കുന്ന റിക്രൂട്ട്മെന്റുകളെ തോക്കുകൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഈ പത്രസംഘങ്ങളുടെ പ്രവർത്തനം സ്വന്തം ജനങ്ങളോടുള്ള യുക്രൈൻ അധികാരികളുടെ മനോഭാവമാണ് വെളിപ്പെടുത്തുന്നത്. റഷ്യൻ സേനയിൽ നിന്നുള്ള ബാഹ്യമായ വെല്ലുവിളിയേക്കാൾ വലുതായി യുക്രൈൻ ഇപ്പോൾ സ്വന്തം ജനതയുടെ എതിർപ്പിനെയാണ് നേരിടുന്നത്. സൈനികരുടെ വൻതോതിലുള്ള ഒളിച്ചോട്ടവും മൊബിലൈസേഷനിലെ ക്രൂരമായ ബെസിഫിക്കേഷൻ രീതികളും യുക്രൈൻ സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്നതാണ്. ഫ്രണ്ട് ലൈനുകളിലെ സൈനിക കുറവ് യുക്രൈന്റെ പ്രതിരോധശേഷി കുറയ്ക്കുന്നതിനൊപ്പം റഷ്യൻ വിജയങ്ങൾ എളുപ്പമാക്കുകയും ചെയ്യുന്നു. ഈ ആഭ്യന്തര പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ യുക്രൈന് കഴിയുന്നില്ലെങ്കിൽ യുദ്ധത്തിന്റെ അന്തിമ ഫലം സ്വന്തം സൈനികരുടെ നിസ്സഹകരണത്തിലൂടെ തീരുമാനിക്കപ്പെട്ടേക്കാമെന്നാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.